ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഭക്തരെ മർദ്ദിച്ച ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ വ്യാപക പ്രതിഷേധം. സെക്യൂരിറ്റി ജീവനക്കാരുടെ പോലീസ് മാതൃകയിലുള്ള യൂണിഫോം മാറ്റണമെന്ന് ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര നടയിൽ കൊല്ലം സ്വദേശിയായ അച്ഛനും മകനുമാണ് കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരായ സന്തോഷ്, സുഭാഷ് ബാബു എന്നിവരാണ് ദൃശ്യത്തിലുള്ളത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത് ആദ്യമായല്ല ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ പരാതി ഉയരുന്നത്. ആക്രോശിച്ചും വടികൊണ്ട് തടഞ്ഞും കയർകൊണ്ടുള്ള വടം കൊണ്ട് തള്ളിയുമുള്ള മോശം പെരുമാറ്റത്തിനെതിരെ നേരത്തെ നിരവധി തവണ പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാവാറില്ല. ക്ഷേത്രാന്തരീക്ഷത്തിന് നിരക്കാത്ത വിധം പെരുമാറുന്ന സെക്യൂരിറ്റി ജീവനക്കാരെ മാറ്റണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പോലീസിന് പോലും ഇവരെ നിയന്ത്രിക്കാനാവുന്നില്ല എന്ന് പരാതിയുമുണ്ട്. പോലീസ് യൂണിഫോമിന്റെ മാതൃകയിലുള്ള ഇവരുടെ യൂണിഫോം മാറ്റണമെന്നാണ് ഭക്തസംഘടനകളുടെ ആവശ്യം. ഭക്തർക്ക് നിരന്തരമായ ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും മൗനം പുലർത്തുന്ന ദേവസ്വം ശാന്തമായ അന്തരീക്ഷത്തിൽ സുഗമമായ ദർശനത്തിന് സൗകര്യമൊരുക്കണമെന്ന് ഭക്തജന സംഘടനകൾ ആവശ്യപ്പെട്ടു. TCV ഗുരുവായൂർ.